ഹലോ റീമീഡിയസിലേക്ക് സ്വാഗതം. തുടക്കം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരിക്കുകയാണ്. ഇന്ന് 11ാം ദിനത്തിലും സിനിമയ്ക്ക് മികച്ച കളക്ഷനാണ്. ഇതിനോടകം തന്നെ സിനിമ 50 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്ന് നേടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സിനിമയ്ക്ക് 1,70,00,000 രൂപയ്ക്ക് മുകളിലേക്കുള്ള കളക്ഷനും വന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനോടകം തന്നെ സിനിമയ്ക്ക് 10 ദിവസങ്ങൾ കൊണ്ട് റെക്കോർഡ് വേഗത്തിലാണ് കളക്ഷൻ കുതിച്ചത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്താണല്ലോ ഒരു പക്ക ബ്ലോക്ക് ബസ്റ്ററിലേക്ക് ഈ ഒരു സിനിമ എത്തിയിരിക്കുകയാണ്. വിസ്മയ മോഹൻലാലിൻ്റെ അതിഗംഭീരമായ പ്രകടനവും ഒപ്പം ആദ്യ ചിത്രം തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഗണത്തിലേക്ക് പെടുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. 10 ദിനങ്ങൾ കൊണ്ട് 21 കോടിയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. 11ാം ദിവസം കൊണ്ട് സിനിമ 22 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ. കർണാടകത്തിൽ നിന്ന് 9 ദിനങ്ങൾ കൊണ്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 1,35,00,000 രൂപ എന്നും തമിഴ്നാട്ടിൽ നിന്നും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1,06,00,000 രൂപയും നേടിയെന്നുള്ളതാണ്. ടോട്ടൽ ഡൊമസ്റ്റിക് ഇപ്പോൾ തന്നെ 24 കോടിയിലേക്ക് സിനിമ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓവർസീസിൽ നിന്ന് 15 കോടിയും സിനിമ കടന്നു. 38 കോടിയോളമാണ് സിനിമയുടെ കളക്ഷനായി 10 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിൽ നിന്ന് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ട്രാക്ക്ഡ് കളക്ഷൻ. ഒരുപക്ഷെ 39 കോടി വരെ എത്താനുള്ള ചാൻസ് ഉണ്ട്. തീർച്ചയായും ഇന്നത്തോടെ സിനിമ 40 കോടി കടക്കുന്ന കാഴ്ച നമുക്ക് കാണാം. എന്തായാലും ഒരു ഭീകരമായിട്ടുള്ള ഒരു വിജയമാണ്, ഒരു ചെറിയ ചിത്രത്തിൻ്റെ മികച്ച വിജയമെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് വിസ്മയ മോഹൻലാലിൻ്റെ പ്രകടനമാണ് ഇന്ന് മലയാളികൾ കുടുംബ പ്രേക്ഷകരെ ഏറെയും അട്രാക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു തിങ്കളാഴ്ച ഒരു വർക്കിംഗ് ഡേയിൽ പോലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും അതുപോലെ തന്നെ നല്ല തിരക്കും അനുഭവപ്പെടുന്നതിൻ്റെ കാര്യവും അതുതന്നെയാണ്. നമുക്ക് ഈ ഒരു വീക്കിൽ വലിയ രീതിയിലുള്ള ഇടിവ് പ്രതീക്ഷിക്കുന്നതാണ്. തീർച്ചയായും 60 ലക്ഷം രൂപ മുതൽ 80 ലക്ഷം രൂപ വരെയൊക്കെയാണ് സിനിമയുടെ പ്രതീക്ഷിക്കുന്ന കണക്കുകൾ ഈ ഒരു വാരത്തിൽ. ഒരുപക്ഷെ അതിന് മുകളിലേക്ക് പോകാം. കാരണം ഇത് തുടക്കമാണ്. തുടക്കം എന്ന ചിത്രത്തിന് കഴിഞ്ഞ ആഴ്ചയും ഇതേപോലെ ഇടിവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ വർക്കിംഗ് ഡേയ്സിലെല്ലാം തന്നെ ഉയർന്ന കളക്ഷനാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരേ ഒരു ദിവസം മാത്രമാണ് 1 കോടിക്ക് താഴെ പോയ ദിവസം എന്ന് തന്നെ പറയാം. 7ാം ദിവസത്ത് മാത്രമാണ് 93 ലക്ഷം രൂപ നേടിയത്. ബാക്കി എല്ലാ ദിവസവും സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്തായാലും കാത്തിരിക്കുന്നു. തിങ്കളാഴ്ചയും മികച്ച രീതിയിലുള്ള കളക്ഷൻ. ഫൈനലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 80 ലക്ഷം രൂപ മുതൽ 1 കോടി വരെ ഉള്ളതാണ്. എന്തായാലും കാത്തിരിക്കാം. ഈവനിങ് നൈറ്റ് ഷോസ് എങ്ങനെയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുമായി വരാം. വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഗ്രീൻ മീഡിയാസ്.